Hello everyone, welcome to another lecture of Study Mechanical with Passion. In this lecture, we are going to discuss about how to solve a problem in dynamic force analysis. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഈ ഒരു ലെക്ചർ കാണുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും തൊട്ട് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ ടു ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ലെക്ചർ കണ്ടാൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്ന നമ്മൾ ചില ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ദെൻ ഇതിൽ തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് പ്രോബ്ലം ചെയ്യുന്നൊരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതേ പ്രൊസീജിയറിൽ നമ്മൾ ഫോളോ ചെയ്താൽ മതി, വേറൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ആദ്യം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിക്കാം. ദെൻ ക്വസ്റ്റ്യനിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ദ ഡയമെൻഷൻസ് ഓഫ് എ ഫോർവേഡ് ലിങ്ക് മെക്കാനിസം എ ബി ബി സി സി ഡി ആൻഡ് എ ഡി, ഈ 4 ലിങ്കിൻ്റെയും ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് എ ഡി, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന ലിങ്ക് എ ഡി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 60 ഡിഗ്രിയും എല്ലാ ലിങ്കിൻ്റെ ലെങ്ത്തും കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് മെക്കാനിസം 4 ബാർ മെക്കാനിസം കറക്റ്റ് കോൺഫിഗറേഷനിൽ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് ദ ലിങ്ക് എ ബി ഹാസ് എൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് 10.5 റേഡിയൻ പെർ സെക്കൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ആ ഒരു വാല്യൂ നിന്നാണ് നമ്മൾ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ കാൽക്കുലേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനാണ് അത് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അത് കൺസിഡർ ചെയ്തിട്ട് വെലോസിറ്റി ഡയഗ്രാം വരച്ചിട്ടുള്ളതാണ് ഈ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വെലോസിറ്റി ഡയഗ്രാം. ഓക്കെ, ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി മോമിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ വെലോസിറ്റി ഡയഗ്രാം ആക്സിലറേഷൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫോഴ്സ് അനാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആൻഡ് ആൻ ആംഗുലാർ റിട്ടാർഡേഷൻ ഓഫ് 26 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അവിടെ തന്നിട്ടുള്ളത് ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ തുടങ്ങുന്നത് നമ്മൾ അത് വെച്ചിട്ടാണ്. 26 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷനാണ്. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ മോഷനാണ്. അതായത് നമ്മൾ ഏത് ഡയറക്ഷനാണ് മോഷൻ ഉണ്ടാകുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, നെഗറ്റീവായിട്ടാണ് ആക്സലറേഷൻ ഉള്ളത്. ദാറ്റ് മീൻസ് വെലോസിറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കും. ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട്, മറക്കരുത്. സെൻട്രിപെറ്റൽ കമ്പോണൻ്റ് ഉണ്ട്, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഉണ്ട്. അത് രണ്ടും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. വരച്ചിട്ടുള്ള ഫിഗറാണ് ബോട്ടം സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്സലറേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി ഡയഗ്രാം ആക്സലറേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ശ്രദ്ധിക്കുക, ദ മാസ് ഓഫ് ദ ലിങ്ക് ബി സി ആൻഡ് സി ഡി ഈസ് 4.2 കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്. ശ്രദ്ധിക്കണം, ബി സിയുടെയും സി ഡിയുടെയും ലെങ്ത് മാസ് തന്നിട്ടുള്ളത് 4.2 കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ ടോട്ടൽ മാസ് ബി സിയുടെയും സി ഡിയുടെയും മാസ് കണ്ടുപിടിക്കണമെങ്കിൽ 4.2 ഇൻറ്റു ലെങ്ത് ഓഫ് ദി ലിങ്ക് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. ദെൻ എ ബിയുടെ മാസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് 3.54 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ സെൻറ്റർ ഓഫ് വിച്ച് ലൈസ് അറ്റ് 200 mm ഫ്രം എ. അതായത് എ ബി എന്ന് പറയുന്ന ലിങ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് G2 എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്ന് 200 mm. അപ്പോൾ കറക്റ്റ് 200 mm തന്നെ നമ്മളത് മാർക്ക് ചെയ്യണം. ഇനി ബി സിയുടെയും സി ഡിയുടെയും സെൻറ്റർ ഓഫ് മാസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മിഡ് പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് 88,500 കിലോഗ്രാം mm². അപ്പോൾ അതായത് എ ബി എന്ന് പറയുന്ന ലിങ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഫോഴ്സ് അനാലിസിസ് ചെയ്യണം. നമുക്ക് ഇനേഷ്യ എ ബി എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഇൻപുട്ട് ടോർക്ക് ഫോർ ദി ഇക്വിലിബ്രിയം ഓഫ് ദി മെക്കാനിസം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ G2, G3, G4 എന്ന് പറയുന്ന പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് വെലോസിറ്റി ഡയഗ്രാം ആൻഡ് ആക്സലറേഷൻ ഡയഗ്രാം ഓൾറെഡി വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസസിൻ്റെ ലീനിയർ ആക്സലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
A1B1 എന്ന് പറയുന്നതാണ് AB എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആക്സിലറേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ AB എന്ന് പറയുന്ന ലിങ്കിന് G2 എങ്ങനെ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യുന്നോ അതേപോലെ നമ്മൾ ആക്സിലറേഷൻ ഡയഗ്രത്തിൽ സ്മോൾ G2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ഏതൊരു പോയിന്റിൻ്റെ ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലിങ്ക് ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ് ആയിട്ടുള്ള A1D1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആ പോയിന്റിലോട്ട് G2ലോട്ട് വരയ്ക്കുന്ന ആക്സിലറേഷൻ വെക്ടറിൻ്റെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ആ ഒരു ഡയറക്ഷൻ A1G2 എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷൻ ആക്സിലറേഷൻ ഡയഗ്രത്തിലുള്ള ഡയറക്ഷനാണ് ലീനിയർ ആക്സിലറേഷൻ ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, ലീനിയർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അതാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന മോഷൻ കൊണ്ടുണ്ടാവുന്ന ഇനേഷ്യ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ A1G2ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, സിമിലർലി BC എന്ന് പറയുന്ന ലിങ്കിൻ്റെ മിഡ് പോയിന്റ് ആണ് G3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡയഗ്രത്തിൽ B1C1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും G3. ദെൻ G3ലോട്ട് A1D1 എന്ന് പറയുന്ന ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലെങ്ത് ദാറ്റ് ഈസ് A1G3 ആയിരിക്കും ആക്സിലറേഷൻ ഓഫ് പോയിന്റ് G3. ശ്രദ്ധിക്കുക, A1G3 എന്ന് പറയുന്നതാണ് ലീനിയർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. ദെൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാരലലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ അതേപോലെ സിമിലർലി വി ക്യാൻ സേ ദാറ്റ് D1C1ൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും G4. ദെൻ D1ൽ നിന്ന് G4ലോട്ട് വരയ്ക്കുന്ന ലൈൻ്റെ ലെങ്ത് ആയിരിക്കും ലീനിയർ ആക്സിലറേഷൻ ഓഫ് G4 എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ലിങ്കിൻ്റെയും സെൻറ്റർ ഓഫ് മാസസിൻ്റെ ലീനിയർ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ഓൾ ലിങ്ക്സ് AB എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് ആദ്യം തന്നിട്ടുണ്ട്. ദെൻ BC എന്ന് പറയുന്ന ലിങ്കിൻ്റെയും CD എന്ന് പറയുന്ന ലിങ്കിൻ്റെയും ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനിൽ നിന്നാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. ക്ലിയർ? ദെൻ ആ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനേഷ്യ കപ്പിളിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് BC എന്ന് പറയുന്ന ലിങ്കിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇനേഷ്യ കപ്പിൾ ആക്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മോഷനെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മോഷൻ ഉണ്ടാവുക. നേരത്തെ നമ്മൾ ഇനേഷ്യ ഫോഴ്സ് പറഞ്ഞതുപോലെ, അതായത് ഓരോ സെൻറ്റർ ഓഫ് മാസിൻ്റെയും ലീനിയർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഓരോ ലിങ്കിൻ്റെയും റൊട്ടേറ്റിംഗ് മോഷൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ആംഗുലാർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇനേഷ്യ കപ്പിൾ ആക്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വെലോസിറ്റി ഡയഗ്രാം വരച്ചു, ആക്സിലറേഷൻ ഡയഗ്രാം വരച്ചു, ലീനിയർ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ദെൻ അതേപോലെ ഓരോ ലിങ്കിൻ്റെയും ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിൻ്റെ ഓരോന്നിലും ആക്ട് ചെയ്യുന്ന ഇനേഷ്യ കപ്പിൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തന്നിട്ടുള്ള ഡയമെൻഷനിൽ കറക്റ്റ് കോൺഫിഗറേഷനിൽ ഫിഗർ വരച്ചു. ഇതേ രൂപത്തിൽ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ 3 ഫിഗറും ഞാൻ വരച്ചിട്ടുള്ളത് കറക്റ്റ് അതേ കോൺഫിഗറേഷനിലാണ്. ഡയമെൻഷനൊന്നും എടുക്കാതെ റഫായിട്ട് വരച്ചതുകൊണ്ട് പല ഡയമെൻഷനായിട്ട് തോന്നാം, പക്ഷേ ഇത് കറക്റ്റായിട്ട് ഒരേ ഡയമെൻഷനിൽ വരച്ചിട്ടുള്ള ഫിഗറുകളാണ്. ഓക്കെ, ദെൻ കറക്റ്റ് കോൺഫിഗറേഷനിൽ വരച്ചു, വെലോസിറ്റി ഡയഗ്രാം വരച്ചു, ആക്സിലറേഷൻ ഡയഗ്രാം വരച്ചു. ആക്സിലറേഷൻ ഡയഗ്രത്തിൽ നിന്ന് G2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലീനിയർ ആക്സിലറേഷൻ FG2 കണ്ടുപിടിച്ചു, FG3 കണ്ടുപിടിച്ചു, FG4 കണ്ടുപിടിച്ചു. അതായത് G2, G3, G4 എന്നീ സെൻറ്റർ ഓഫ് മാസസിന്റെ ലീനിയർ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സിമിലർലി α2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ? ദെൻ BC എന്ന് പറയുന്ന ലിങ്കിന്റെ ആംഗുലാർ ആക്സിലറേഷൻ α3 കണ്ടുപിടിച്ചു, ദെൻ α4 കണ്ടുപിടിച്ചു. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇനേഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് F2, സെക്കൻഡ് ലിങ്കിന്റെ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് F2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു, അതായത് സെക്കൻഡ് ലിങ്കിന്റെ മാസ് M2 ഇൻറ്റു FG2. ഓക്കെ, M2, M3, M4 എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ FG2, FG3, FG4 ഒക്കെ നമുക്കറിയാം. ദെൻ അത് ഉപയോഗിച്ചിട്ട് F2
ഇനേഷ്യ ഫോഴ്സ് സെക്കൻഡ് ലിങ്ക് F2 കണ്ടുപിടിക്കാം, ദെൻ F3 കണ്ടുപിടിക്കാം, F4 കണ്ടുപിടിക്കാം. ഇങ്ങനെ 3 ഫോഴ്സസും 3 ഇനേഷ്യ ഫോഴ്സസും കണ്ടുപിടിക്കാം. ദെൻ ഇനേഷ്യ ഫോഴ്സ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, G2 എന്ന് പറയുന്ന ലിങ്കിന്റെ G2 എന്ന് പറയുന്ന സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ ആക്സിലറേഷന്റെ ഡയറക്ഷൻ നമ്മൾ വെലോസിറ്റി ആക്സിലറേഷൻ ഡയഗ്രത്തിൽ പറഞ്ഞു. അതായത് ആക്സിലറേഷൻ ഡയഗ്രത്തിൽ A1 G2 എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് G2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലീനിയർ ആക്സിലറേഷൻ ഡയറക്ഷൻ. അപ്പൊ ഇനീഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുക അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് ഞാൻ ഈ F2 എന്ന് പറയുന്ന ഈ ലൈൻ വരച്ചിട്ടുള്ളത് അവിടെയുള്ള A1 G2 എന്ന് പറയുന്ന ലൈനിന് കറക്റ്റ് പാരലലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അതേപോലെ G3 എന്ന് പറയുന്ന പോയിന്റിന് ലീനിയർ ആക്സിലറേഷന് പാരലലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് F3 മാർക്ക് ചെയ്യേണ്ടത്. G4 എന്ന് പറയുന്ന പോയിന്റിന്റെ ലീനിയർ ആക്സിലറേഷന് പാരലലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് F4 മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഇനീഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ആണ്. ക്ലിയർ? ഇനി ഇതേപോലെ ഇനീഷ്യ കപ്പിൾ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനേഷ്യ കപ്പിൾ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ AB എന്ന് പറയുന്ന ലിങ്കിന്റെ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് അതിന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മോഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെലോസിറ്റിയുടെ മോഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ റിട്ടാർഡേഷൻ ആംഗുലാർ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനേഷ്യ കപ്പിൾ ആക്ട് ചെയ്യുക. ആംഗുലാർ ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനേഷ്യ കപ്പിൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ഇനേഷ്യ കപ്പിൾ ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ ആക്സിലറേഷൻ ഡയഗ്രത്തിൽ നിന്ന് α3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് BC എന്ന് പറയുന്ന ലിങ്കിന്റെ ആംഗുലാർ ആക്സിലറേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഈ ലിങ്കിന്റെ ഇനേഷ്യ കപ്പിൾ മാർക്ക് ചെയ്യാം. അതുപോലെ CD എന്ന് പറയുന്ന ലിങ്കിന്റെ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗുലാർ ആക്സിലറേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇനേഷ്യ കപ്പിൾ മാർക്ക് ചെയ്തു. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഓരോ ലിങ്കും ഇപ്പൊ AB എന്ന് പറയുന്ന ലിങ്കിൽ ഒരു ഇനേഷ്യ ഫോഴ്സ് ഇനേഷ്യ കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വലന്റ് ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇക്വലന്റ് ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന F2ന്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ F2 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് ഈ ഡയറക്ഷനിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, ഈ ഡയറക്ഷനിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ ഏത് സെലക്ട് ചെയ്യണം നമ്മൾ നോക്കേണ്ടത്? ഇതിന്റെ റൊട്ടേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഈ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന കപ്പിൾ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുള്ളൂ. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. അത് എത്ര ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് H = k²α/FG ആണ്. ക്ലിയർ? അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ലിങ്ക് ആയതുകൊണ്ട് H2 എന്ന് എടുത്തു കഴിഞ്ഞാൽ k²α2 × FG2. ഇവിടെ α2 നമുക്ക് ഓൾറെഡി അറിയാം, FG2 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദെൻ K2 എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ IG2 സെക്കൻഡ് AB എന്ന് പറയുന്ന ലിങ്കിന്റെ മാത്രം സെക്കൻഡ് ലിങ്കിന്റെ മാത്രം IG2 തന്നിട്ടുണ്ട്. നമുക്കറിയാം I എന്ന് പറയുന്നത് mk² ആണ്. അപ്പൊ ഇതിൽ നിന്ന് k² വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് k2² = IG2 / m എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലിങ്കിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തേത്, അതായത് തേർഡ് ലിങ്കിന്റെയും ഫോർത്ത് ലിങ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് തന്നിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് ലിങ്കിന്റെ തന്നിട്ടുള്ളതുപോലെ തേർഡ് ലിങ്കിന്റെയും ഫോർത്ത് ലിങ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടില്ല. പക്ഷെ അതിന്റെ കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് k3² = L² / 12 എന്നുള്ളതാണ്. L എന്ന് പറയുന്നത് ആ ലിങ്കിന്റെ ലെങ്ത്, അതായത് k3² = L3² / 12, k4² = L4² / 12. ആ രീതിയിൽ നമുക്ക് k2²
K3 സ്ക്വയർ K4 സ്ക്വയർ ഇത് മൂന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം H2 കണ്ടുപിടിക്കുക. K2 സ്ക്വയർ ആൽഫ 2 ഡിവൈഡ് ബൈ FG2. K2 ഇവിടെ ഉണ്ട്, സ്ക്വയർ ഇവിടെ ഉണ്ട്, ആൽഫ 2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, FG2 കണ്ടുപിടിച്ചു. അപ്പോൾ H എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. അപ്പോൾ ആ H എന്ന് പറയുന്ന കറക്റ്റ് ഡയമെൻഷൻ നമ്മളിത് കറക്റ്റ് കോൺഫിഗറേഷനിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് H എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് H2യിലോട്ട് നമ്മൾ ഈ ഫോഴ്സിനെ F2നെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ വരയ്ക്കണം. അത് വളരെ ചെറിയ വാല്യൂ വരുള്ളൂ. അപ്പോൾ അതിൽ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇനീഷ്യ ഫോഴ്സ് ഇനീഷ്യ കപ്പിൾ ഉള്ളതിനെ നമ്മൾ ഒറ്റ ഇനീഷ്യ ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്തു. അതേപോലെ F3 എന്ന് പറയുന്ന ഫോഴ്സിനെ ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ഡയറക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഡയറക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഈ അതുകൊണ്ടുണ്ടാവുന്ന കപ്പിൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന F3യുടെ ഡയറക്ഷനാണ്. ഇനി F3 ഈ ഡയറക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് H3 സ്ക്വയർ K3 സ്ക്വയർ ആൽഫ 3 ഡിവൈഡഡ് ബൈ FG3 കണ്ടുപിടിക്കാം. എന്നിട്ട് ആ വാല്യൂ ആ കറക്റ്റ് അതേ കോൺഫിഗറേഷനിൽ അതേ സ്കെയിലിൽ നമ്മൾ H3 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുക്കണം. F3 മാർക്ക് ചെയ്യാം. അതുപോലെ F4ന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ഷൻ ഇതാണ്. ഇത് വേണമെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഈ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഈ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഈ H4 എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് K4 സ്ക്വയർ ആൽഫ 4 ഡിവൈഡഡ് ബൈ FG4 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന്, അതായത് ഓരോ ലിങ്കിലും ഇനേഷ്യ ഫോഴ്സും ഇനേഷ്യ കപ്പിളും ആക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഓരോ ലിങ്കിലെയും ഒരു ഇക്വലന്റ് ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് ഒരൊറ്റ ഇനേഷ്യ ഫോഴ്സ് ആക്കിയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് മീറ്ററിൽ തന്നിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ എല്ലാ ലെങ്ത്തും എല്ലാ വാല്യൂസും യൂണിറ്റും ലെങ്ത്തിന്റെ MM ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ യൂണിറ്റും മീറ്ററിൽ ചെയ്യാം. ഇനി കൺഫ്യൂഷൻ വേണ്ട, എല്ലാം മീറ്ററിൽ എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് കുറയും. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ഫിഗർ. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിലെ സിസ്റ്റമാണ്. അതായത് ഒരു 4 ബാർ മെക്കാനിസം. സെക്കൻഡ് ലിങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, തേർഡ് ലിങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഫോർത്ത് ലിങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിലെ പ്രോബ്ലം ചെയ്യുന്നത് പോലെ, അതായത് ഇപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യം F2 മാത്രം കൺസിഡർ ചെയ്യുക, F3യും F4 നെഗ്ലക്ട് ചെയ്യുക. ഇൻപുട്ട് ടോർക്ക് സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് T2 കണ്ടുപിടിക്കുക ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദി മെക്കാനിസം. ദെൻ അത് കഴിഞ്ഞിട്ട് F3 എന്ന് പറയുന്ന ഇത് മാത്രം കൺസിഡർ ചെയ്യുക, F2 F4 നെഗ്ലക്ട് ചെയ്യുക. ദെൻ നെഗ്ലക്ട് ചെയ്തിട്ട് ഇൻപുട്ട് ടോർക്ക് T2 കണ്ടുപിടിക്കുക. സെയിം പ്രൊസീജിയർ. F4 മാത്രം കൺസിഡർ ചെയ്യുക, F3 F2 നെഗ്ലക്ട് ചെയ്യുക. ദെൻ അവസാനം 3 കേസിലും കിട്ടിയിട്ടുള്ള ഇൻപുട്ട് ടോർക്ക് T2 ഓൺ ദി സെക്കൻഡ് ലിങ്ക് സൂപ്പർ പൊസിഷൻ ചെയ്യുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക. അതിനനുസരിച്ച് ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ? ദാറ്റ് ഈസ് അബൌട്ട് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് നമുക്ക് ഒരൊറ്റ ഇതേപോലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എക്സാമിന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 10 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. കാരണം വെലോസിറ്റി ഡയഗ്രം വരയ്ക്കണം, ആക്സലറേഷൻ ഡയഗ്രം വരയ്ക്കണം, അതിൽ നിന്ന് ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരും. പക്ഷേ ചില പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആക്സലറേഷൻ തന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ ചെയ്യാൻ പറയുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് ഇതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ ഇത് നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. വേറെ ഒരു കൺഫ്യൂഷനും ഇതിനകത്തില്ല. കാരണം നമ്മൾ ആദ്യം വെലോസിറ്റി ഡയഗ്രം വരയ്ക്കുക, ആക്സലറേഷൻ ഡയഗ്രം വരയ്ക്കുക. ഓരോ ലിങ്കിൻ്റെയും സെൻറ്റർ ഓഫ് മാസസിൻ്റെ ലീനിയർ ആക്സലറേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനീഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ലിങ്കിൻ്റെയും ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇനീഷ്യ കപ്പിൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യ ഫോഴ്സസ് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ ലിങ്കിലും ഇനീഷ്യ ഫോഴ്സും ഇനീഷ്യ കപ്പിളും ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഓഫ്സെറ്റ് ഇനീഷ്യ ഫോഴ്സ് ഒരു ഒറ്റ ഇനീഷ്യ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റം ആക്കിയിട്ട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പ്രോബ്ലം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്.
ചിലപ്പോൾ ആക്സലറേഷൻ തന്നിട്ട് അവിടുന്ന് ചിലപ്പം പ്രോബ്ലം ചെയ്യാനുണ്ടാവുള്ളൂ എക്സാമിന്, അല്ലെങ്കിൽ ചിലപ്പോൾ റൊട്ടേഷൻ അല്ലാതെ ചിലപ്പോൾ ഒരു പിസ്റ്റണൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലർ ആക്സലറേഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവിടെ നമുക്ക് കുറയും. അവിടെ ലീനിയർ ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കാനും സിമ്പിളാണ്. അപ്പോൾ പ്രോബ്ലം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ ഈ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.